മൂത്ത മോനാണ് കിച്ചു. അവന് 18 ഞാൻ പഴയ വയസ്സിലിരിക്കും. അവന് 21 വയസ്സുള്ള കുട്ടിയാണ്, പ്രായപൂർത്തിയായ കുട്ടിയാണ്. അവന് അഭിപ്രായം അവൻ പറയട്ടെ തന്നെ. എൻ്റെ അഭിപ്രായം ഞാനും പറയും, ഇത്രയേ ഉള്ളൂ. അതിനകത്ത് ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു എൻ്റെ മോനല്ലാതാവുമോ? അവൻ എൻ്റെ മോനാണ്. അമ്മയുടെ കാര്യം ഇപ്പം നോക്കുകയാണെങ്കിൽ അമ്മ അങ്ങനെ പോകുന്നത് എനിക്ക് എന്താ ഞാൻ ഇപ്പം മനസ്സിലായി. ആ ഒരു കണക്ഷനാണ് ഞങ്ങൾ. അമ്മ വിളിക്കുന്ന വെച്ചാൽ അമ്മ എന്തെങ്കിലും അമ്മയുടെ കാര്യത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ ഇല്ല. അങ്ങനെ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ആവശ്യം അങ്ങനത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. എൻ്റെ മൂത്ത മോനാണ് കിച്ചു. അവന് ആഫ്റ്റർ സുചേട്ടൻ അല്ലെങ്കിൽ ആഫ്റ്റർ സുചേട്ടൻ ഡെത്തിന് ശേഷമുള്ള ഒരു ജീവിതവും എൻ്റെ ജീവിതവും അതിന് മുന്നുള്ള ജീവിതവും എനിക്കും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അങ്ങും തീരത്തില്ല. അതെ 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 ചേച്ചി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പവുമില്ല, ഞങ്ങൾ സമ്മതിച്ചു തന്നു. കാരണം അവൻ അവൻ്റെതായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് എൻ്റെതായിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും പറയും, അവനും എന്തെങ്കിലും പറയും. പക്ഷെ അവൻ വാ തുറന്നപ്പോഴത്തേന് ചേച്ചിക്ക് നിക്കക്കണ്ണി ഇല്ലാതായി മാറിയിരിക്കുകയാണ്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും പിന്നെ ഇങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഇന്നത്തെ വിഷയം ഈ രേണുവിന്റെയാണ്. കിച്ചു വാ തുറന്നാൽ അന്ന് തീരും രേണു ഉണ്ടാക്കിയിരിക്കുന്ന ചീട്ടുകൊട്ടാരം എന്ന് പറഞ്ഞ കാര്യം വളരെ സത്യമാണ്. കിച്ചു വന്ന് കിച്ചുവിന്റെ ആ ഒരു കാര്യങ്ങൾ പറഞ്ഞു, ഒരു ലൈവ് സ്റ്റോറിയിലൂടെ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞപ്പോഴത്തേന് രേണുവിന് നിക്കക്കണ്ണി ഇല്ലാതായി മാറി. പല സത്യങ്ങളും ഈ പറയുന്ന കിച്ചുവിന്റെ വായിൽ നിന്ന് പുറത്തു വന്നു. അതും 20% മാത്രമേ പുറത്തു വന്നുള്ളൂ. 20% വന്നപ്പോഴത്തേനും പൂക്കണ്ണീരും കൊണ്ട് രേണു എത്തിയിരുന്നു. എന്നാൽ രേണു പറഞ്ഞ ചില കാര്യങ്ങൾ ഇന്നലെ പൂക്കണ്ണീരുമായിട്ട് വന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ അതൊന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഓക്കെ, ആദ്യം പൂക്കണ്ണീർ ഇങ്ങോട്ട് തുടങ്ങട്ടെ. പൂക്കണ്ണീർ നമ്പർ 1. എന്താ കണ്ണീര്? അഭിനയ കുലപതിയാണ്. അഭിനയത്തിൽ ഇതാണ് അഭിനയം, അല്ലാതെ ആൽബത്തിൽ അഭിനയിക്കുന്നതൊന്നും അഭിനയമല്ല. നിങ്ങൾ സത്യത്തിൽ റിയൽ ലൈഫിലാണ് നിങ്ങൾ അഭിനയിക്കുന്നത്, ആൽബം ഒന്നും അല്ല. അതാണ് അതിന്റെ സത്യം. ഓക്കെ, ചേച്ചിയുടെ ആ ഒരു ഇതങ്ങോട്ട് പോരട്ടെ. എന്നെ വിളിച്ച് ഇന്നലെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാനിപ്പോഴും ദുബായി തന്നെയാണ്. ഒരുപാട് നല്ല ആൾക്കാരെന്നെ വിളിച്ച് ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഓക്കെയാണ്. അല്ല, ഈ ഓക്കെ ആകാൻ മാത്രം അവിടെ എന്ത് വിഷയം ഉണ്ടായത്? കിച്ചു പറഞ്ഞ അവൻ വന്നിട്ടൊരു കാര്യം പറഞ്ഞപ്പോഴത്തേന് ഇവിടെ പൂക്കണ്ണീരും കൊണ്ട് വരുന്നു, ഞാൻ എന്താ എന്റെ ജീവിതം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു വരുന്നു. എന്നിട്ട് നിരവധി ആൾക്കാർ ചേച്ചിയെ വിളിച്ച് കാര്യങ്ങൾ തിരക്കി എന്ന് പറയുന്നു. കണ്ണുനീരിന് പകരം എന്തോ ഗ്ലിസറിൻ വെള്ളമാണോ എന്തോ ഒന്നും ഒരു പിടുത്തവും ഇല്ല, എന്തോ ഒന്ന് ചാടുന്നുണ്ട്. എന്നിട്ട് കരച്ചിലിങ്ങനെ അഭിനയിക്കുകയാണ്. ഭയങ്കര അഭിനയമാണ്. അയ്യോ കൊള്ളാം. ഞാനിങ്ങനെ ചിന്തിച്ച് ഈ പ്രശ്നങ്ങൾക്കെല്ലാം മൂല കാരണം എന്താണെന്ന്. ഈ പ്രശ്നത്തിനൊക്കെ മൂല കാരണം നീ തന്നെയാണ്. ഇവിടെ കിച്ചു എന്ന് പറയുന്ന ആ പയ്യന് അവന്റെ കൂട്ടുകാരുടെ അമ്മമാരുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അവനെ അവര് പോലും വീട്ടിൽ ചേർക്കുന്നില്ല. അവർ പോലും പറയുകയാണ്, നിന്റെ ആ അമ്മ അങ്ങനെ സബ്സ്ക്രിപ്ഷനും ഉണ്ടാക്കിക്കൊണ്ട് തുണി അഴിച്ച് വടയും കാണിച്ചുകൊണ്ട് നടക്കുന്നെന്ന് പറയുമ്പോൾ ആ ചെറുക്കനുണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടാകുന്നത് തന്നെയാണ്. അല്ലാതെ ഇവള് പറയുന്ന പോലെ ഞാൻ പൈസ അയച്ചു കൊടുത്തിരുന്നു, ഞാൻ ഇന്നലെ കൂടെ ഫോണിൽ സംസാരിച്ചിരുന്നു, അവൻ എന്നെ കാറിൽ കൂട്ടാൻ കൊണ്ടുവന്നിരുന്നു എന്നൊക്കെ നീ പറയുമ്പോൾ അവനെ നീ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയായിരുന്നു ഈ പറയുന്ന കഞ്ചാവിന്റെ പേരില്. പക്ഷെ അവൻ അതൊക്കെ വേണ്ട, ഇനി എന്തെങ്കിലും പറഞ്ഞോട്ട്, എന്തായാലും എന്റെ വായിൽ നിന്ന് സത്യങ്ങൾ പുറത്തു വരണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുക്കന്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞു. അത് 20% പറഞ്ഞുള്ളൂ. അവന്റെ ലൈഫില് അവൻ കഞ്ചാവിലേക്ക് വന്നു പെടാൻ കാരണം നിന്റെ വീട്ടിൽ കയറിയത് കൊണ്ട് തന്നെയാണ്. അവന് രക്ഷയാകും എന്ന് പറഞ്ഞുകൊണ്ട് സുധിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന നീ ഒടുവിൽ ആ ചെറുക്കന് എന്താണ് ഡ്രഗ്സിന് കഞ്ചാവിനെ അടിമയാക്കി മാറ്റി. അതാണ് അതിന്റെ സത്യം. ഓക്കെ, ബാക്കി കരഞ്ഞോ? പോരട്ടെ. ഇപ്പോൾ ഈ പുതിയതായിട്ട് വന്ന പ്രശ്നം, അപ്പോഴാണ് ഞാൻ FB പോസ്റ്റ് കണ്ടത്. നിരവധി പെണ്ണുങ്ങളെയും ആണുങ്ങളെയും തകർക്കുന്ന ഒരു സ്ത്രീ, പ്രത്യേകിച്ച് എന്നെ കരുവാക്കിക്കൊണ്ട് എന്നെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീ, അവരുടെ പോസ്റ്റാണ് കണ്ടത്. നിങ്ങൾ പലരും കണ്ടു കാണും. അത് കണ്ടപ്പോൾ എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായി. മാനിപ്പുലേറ്റിങ്ങും അതുപോലെ ഒന്നും പറയാനില്ല. എനിക്ക് ആരോടും ഒരു പിണക്കോ പരിഭവങ്ങളോ ഒന്നുമില്ല. എന്ത് മാനിപ്പുലേറ്റ് ചെയ്തു? ഇവർ പറയുന്ന ഷഫീന ബീബിയുടെ കാര്യം അവർ പറയുന്നത്. അവര് ഈ പറയുന്ന കിച്ചുവിന്റെ അടുത്ത് പോയി സംസാരിച്ചതിനെയാണ് ഇവർ പറയുന്നത് മാനിപ്പുലേറ്റ് ചെയ്തതെന്ന്. കിച്ചുവിന്റെ വീഡിയോ വന്നതിന് ശേഷമാണ് അവർ പോയി അവനെ കണ്ടതൊക്കെ. അപ്പൊ പിന്നെ എങ്ങനെ മാനിപ്പുലേറ്റനാവും? അവന്റെ കാര്യങ്ങളാണ് അവൻ പറഞ്ഞത്. അതിന് നിങ്ങൾ എന്തിനാണ് ഈ പറയുന്ന അവര് പറഞ്ഞിട്ടായി കിച്ചു പറഞ്ഞെന്ന് പറയുന്നത്? അങ്ങനെയാണ് ഇതിനു മുമ്പ് കിച്ചു പറഞ്ഞതല്ല നിങ്ങൾ പറഞ്ഞിട്ടാണെന്ന് ഞങ്ങൾ പറഞ്ഞാൽ അയ്യയ്യേ കിച്ചു പറയാനുള്ളത് അവൻ വാ തുറന്ന് പറഞ്ഞു. അവൻ അനുഭവിച്ച കാര്യങ്ങളാണ് അവൻ കൃത്യമായിട്ട് പറഞ്ഞത്. അതിനിപ്പോ വന്നിട്ട് ഈ പിന്നെ കള്ളക്കരച്ചിൽ കരഞ്ഞ് നാട്ടുകാരോട് പറയണ്ട.
എന്നിട്ട് ഈ കള്ളക്കരച്ചിൽ കരയുകയും ചെയ്യും, മറ്റേ എന്താ പറയുന്നത്, സബ്സ്ക്രിപ്ഷനിൽ പോയിട്ട് എക്സ്ക്ലൂസീവ് കണ്ടന്റ് കൊടുക്കുകയും ചെയ്യും. എന്ത് ജന്മമാടോ താൻ? ഹയ്യേ. എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിവിടെ അങ്ങും തീരത്തില്ല. അറിയുന്നവർക്ക് അറിയാം. ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. അതെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എന്താ പറഞ്ഞേ, ഇവരിനിയും കിച്ചുവിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞില്ലേ? ഇനി അതാണ് ഇവർ പറയാൻ പോകുന്നത്. ഈ കിച്ചു ഇവരെ എടുത്തിട്ട് അടിച്ച കാര്യം പറയും, അതോടൊപ്പം തന്നെ ഇവര് പിന്നെ കിച്ചു കഞ്ചാവ് അടിച്ച കാര്യം പറയും, ഇവർ അങ്ങനെയുള്ള പല കാര്യങ്ങളും പറയും. ഇവിടെ നിൽക്കത്തില്ലെന്നാ പറഞ്ഞേക്കണം, അങ്ങ് പോകും, എവിടെ കുത്തപ്പീനാറ് വരെ കയറി പോകും, അത്രമാത്രം ഉണ്ടെന്നാണ് ചേച്ചി പറഞ്ഞു വെക്കുന്നത്. പക്ഷെ കരച്ചിൽ അങ്ങോട്ട് ഒക്കുന്നില്ല. ക്യാമറ നോക്കിയിട്ട് എത്ര കരഞ്ഞിട്ടും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ലല്ലോ. എന്റെ പൊന്ന ചാച്ചിയാ, സെറ്റ് ആവുന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. അഭിനയം പോരട്ടെ, ഉള്ളിൽ നിന്ന് ഒരു ശ്വാസം കിട്ട് വലിച്ചു വിട്ടിട്ട് ഉള്ളിൽ നിന്ന് വരട്ടെ, ഉള്ളിൽ നിന്ന്. ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നതും, ചേട്ടനുള്ളപ്പോഴും ചേട്ടൻ മരിച്ചപ്പോഴും എല്ലാം. പക്ഷെ ഇതൊന്നും ഞാനും ആരോടും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും എൻ്റെ കുറ്റം കാണാനും എന്ന് ആണ് നേരം. നീ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. നീ അനുഭവിച്ചതൊക്കെ ആ പൊങ്ങന്താനത്തുള്ളവരും ഞാലിയാൻകുഴിയിലുള്ളവരും പ്ലാന്തോട്ടത്തിലുള്ളവരും ഒക്കെ പറയുന്നുണ്ട്. അതിൽ കൂടുതലൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല. പിന്നെ സുധി ഉള്ളപ്പോൾ അനുഭവിച്ചത്, സുധി ഇല്ലാത്തപ്പോൾ അനുഭവിച്ചത് എന്താണെന്നുള്ളത് അത് അറിയാം. പിന്നെ അതിൽ കൂടുതലൊന്നും പണയണ്ട. എനിക്കന്ന് 23 വയസ്സേ ഉള്ളൂ, 24 വയസ്സേ ഉള്ളൂ. ഇപ്പോൾ ഒരു 11 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയായി പൂർണ്ണമായിട്ടും ഞാൻ അമ്മയായിട്ട് മാറിയിട്ടാണ് ഞാൻ സ്വീകരിച്ചവരെ. അതാരും ഓർക്കുന്നില്ല. ഓർക്കുന്നുണ്ട്. ആ പയ്യനെ നീ എന്താ പറയുക, അവന്റെ അടുത്ത് പോയി അവനോട് സംസാരിച്ച്, വീഡിയോ കോളിലൊക്കെ സംസാരിച്ച് അവനോട് എന്താ പറയുന്ന, നല്ലൊരു അമ്മയായിട്ട് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹം കാണിച്ച്, ആ പയ്യൻ സ്നേഹം കിട്ടാതിരുന്ന ഒരു സമയത്ത് നീ അവനെ സ്നേഹം കാണിച്ച് വശീകരിച്ചു. എന്നിട്ട് ആ കൊച്ചു പയ്യനെ നീ നോക്കുമെന്ന് കണ്ടുകൊണ്ട് സുധി നിന്നെ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചപ്പോഴാണ് നിന്റെ തനി കുണം പുറത്തു വന്നത്. നീ മീഡിയയിലൊക്കെ വന്നിരുന്നിട്ട്, ഇന്റർവ്യൂലൊക്കെ വന്നിരുന്നിട്ട് എന്താ പറഞ്ഞേ, ഈ കിച്ചുവിന്റെ ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ മറ്റേ റിതപ്പനെ പോലും ഉണ്ടാക്കിയെന്നല്ലേ നീ പറഞ്ഞത്. എന്നാൽ 3 വർഷത്തോളം ആ ചെറുക്കൻ ആ മറ്റേ ഒറ്റമുറിക്കകത്ത് കിടക്കുകയായിരുന്നു. നീ ആ ചെറുക്കനെ പിന്നെ കെയർ എന്ന് പറയുന്ന ഒന്ന് ചെയ്തിട്ടുണ്ടോ? നിന്റെ കാര്യം കഴിഞ്ഞു, നീ സുധിയെ കല്യാണം കഴിച്ചു. സുധി ഈ പറയുന്ന നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും കൂടെ തിന്നാൻ വേണ്ടി അവൻ പോയി അധ്വാനിച്ചുകൊണ്ട് തന്നു. അവൻ കടക്കാരനായി. ഒടുവിൽ ആ വാടക കിടന്ന വീട്ടിലെ വാടകക്കാരന്റെ പൈസയും കൊടുത്തിട്ടില്ല. ഇതെല്ലാം കാരണം എന്താണ്? എന്നിട്ട് നീ പറയുന്ന ചെറുക്കന് ഒരു നേരത്തെ ആഹാരം പോലും കറക്റ്റായിട്ട് കൊടുത്തിട്ടുമില്ല. അവൻ വന്ന് വാ തുറത്തപ്പോഴത്തേനും നീ പറയുകയാണ് ഞാൻ പൂർണ്ണ അമ്മയായിട്ട് നീ സ്വീകരിച്ചു പോലും. എന്ത് അമ്മയായിട്ട് നീ സ്വീകരിച്ചു? നീ സ്വീകരിച്ചിരുന്നെങ്കിൽ അവനെ കൃത്യമായിട്ടും ആ ഒരു ഗൈഡൻസിൽ കൊണ്ടുപോയനെ. ഇപ്പൊ നീ അവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് നീ ഇത്രയും നാള് ഈ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ബാക്കി ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ കൈ കൊണ്ട് ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെ ഉപദ്രവിച്ചവരും ഉണ്ട്, ഇതിനകത്ത് വന്ന ആൾക്കാരിൽ ഉപദ്രവിച്ചവരും ഉണ്ട് ആ കുട്ടിയെ. അപ്പൊ ഇവള് ഉപദ്രവിക്കാത്തതിന്റെ കേടാ ഇവള് പറയുന്നത്. ഇവക്ക് ഉപദ്രവിക്കണമായിരുന്നു തോന്നുന്നു. ഉപദ്രവിക്കാൻ ചെന്നപ്പോഴത്തേന് ചെറുക്കൻ ഭിത്തിയെ കയറ്റിയതാ. അതാണ് അതിന്റെ സത്യാവസ്ഥ. ഓക്കെ, ബാക്കി കുറെ കാര്യങ്ങൾ നമ്മളോട് ഓൾറെഡി ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ചേച്ചി പറയട്ടെ, എന്തായാലും കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് ചേട്ടൻ്റെ വായിൽ തന്നെ. ഞാൻ ഇന്ന് വരെ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്താണ് എന്നെ കുറ്റപ്പെടുത്തി എനിക്കറിയില്ല. അപ്പം FBയിലെ ആ പോസ്റ്റ് കണ്ടപ്പോൾ, ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആരാണ് എവിടെയാണ് പ്രശ്നം ഉണ്ടാക്കിയെന്ന്, മാനിപ്പുലേറ്റ് ചെയ്യിപ്പിച്ചെന്ന്. എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്ന ഒരുപാട് നല്ല ആളുകളുണ്ടെന്ന് അറിഞ്ഞതിന് എനിക്ക് ഒരുപാട് സന്തോഷം. ഒത്തിരി ആൾക്കാർ നിന്നെ സ്നേഹിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് 1800 പേര് നിനക്ക് സബ്സ്ക്രിപ്ഷൻ തന്നുകൊണ്ട് അതിൻ്റെ അകത്ത് കയറിയിരിക്കുന്നത്, നിന്റെ എക്സ്ക്ലൂസീവ് കണ്ടന്റ് കാണാൻ വേണ്ടി. അങ്ങനെ നിന്നെ സ്നേഹിക്കുന്ന കുറെ എണ്ണം ഉണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല, കുറെ പേരുണ്ട്. ഓക്കെ, എൻ്റെ ലൈഫിൽ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതായത് ഇപ്പം ഈ പ്രശ്നം നിങ്ങൾ പ്രശ്നത്തിനാണോ എന്നറിയാവുന്നവരുമായിട്ട് ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. മിനിഞ്ഞാന്ന് വരെയും ഞാൻ പതിവ് പോലെ എന്നെ കോണ്ടാക്ട് ചെയ്യുകയും ആവശ്യമുള്ളത് ഞാൻ കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു വ്യക്തിയാണ്, ഒരു അമ്മയാണ് ഞാൻ മിനിഞ്ഞാന്ന് വരെയും. പിന്നെ എന്താണ് ഇവിടെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. നീ മിനിഞ്ഞാന്ന് വരെ അവന് കാശ് കൊടുത്തിരുന്നു, നീ നിന്റെ പിച്ചക്കാശ് അവന് കൊടുത്തിരുന്നു എന്ന് നീ പറയുന്നു. അതോടൊപ്പം തന്നെ നീ വിളിച്ച് മീഡിയക്കാരുടെ മുമ്പ് വെച്ച് കിജപ്പ ഞാൻ പോവാണേ എന്ന് വിളിച്ച് ആക്ടിങ് കളിച്ചത് ഒക്കെ ഞങ്ങൾ കണ്ടതാണ്. പിന്നെ നീ അവനെ ഭീഷണിപ്പെടുത്തിയിട്ട് എന്താ പറയാ, നീ കാർ കൊണ്ട് എടുത്തോണ്ട് വാ, എന്നെ പിക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞത് കാണിക്കുന്നതെല്ലാം മീഡിയയ്ക്ക് വേണ്ടിയാണെന്നുള്ളത് അരിയാഹാരം തിരുന്ന് ഞങ്ങൾക്ക് അന്നേ മനസ്സിലായിരുന്നു. പിന്നെ ചിലരൊക്കെ വന്നിട്ട് പറയുന്നുണ്ട് കിച്ചു എന്തിനിപ്പൊ ഇങ്ങനെ പറഞ്ഞു, കിച്ചുവിന് ഇത് നേരത്തെ പറയരുതാഞ്ഞു
എന്നിട്ട് എന്തിന് കിച്ചു എല്ലാ വീഡിയോയ്ക്കും സപ്പോർട്ട് ചെയ്തു? കിച്ചു ഒരു വീഡിയോയ്ക്കും സപ്പോർട്ട് ചെയ്തിട്ടില്ല. അവരവരുടെ പാട്ടിന് എന്താണ് വെച്ച് കാണിച്ചോട്ട്, ഞാൻ അവരെ തിരുത്താൻ പോകുന്നില്ലെന്നാണ് അവൻ പറഞ്ഞത്. ഇപ്പൊ അവൻ പറഞ്ഞ കാര്യം അവന്റെ ജീവിത സ്റ്റോറിയാണ്. അവന്റെ ജീവിത സ്റ്റോറിയിൽ അവൻ അനുഭവിച്ച കാര്യങ്ങളാണ്. അല്ലാതെ അവനെ കൊണ്ട് ആരും പറയിച്ചതോ അല്ലെങ്കിൽ അവന് എന്തിനിപ്പോ വന്ന് പറഞ്ഞു എന്ന് ചോദിക്കേണ്ട ഒരു കാര്യവും നിങ്ങൾക്കില്ല. അവന്റെ ജീവിതത്തിൽ അവൻ അനുഭവിച്ചതാ പറയുന്നത്. ഇപ്പൊ ഞാൻ എന്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞാൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് എനിക്ക് പറയാൻ പറ്റുന്നേ. അതിനിപ്പം എനിക്ക് ഇപ്പൊ അച്ഛൻ പൈസ തന്നു, എന്റെ അമ്മ പൈസ തന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ അനുഭവിച്ച സ്റ്റോറി അതല്ലാതാകുമോ? അല്ലാതാകുമോ? അല്ലാതാകില്ല. ഇവിടെ അതാണ് കിച്ചുവിന് സംഭവിച്ചത്. ഇവിടെ നീ പറയുന്നത് ഞാൻ പൈസ അയച്ചു കൊടുത്തിരുന്നു, നിന്റെ പിച്ചക്കാശ് അയച്ചു കൊടുത്തിട്ട് നീ മറ്റേ കജാബിന്റെ പേരിൽ അവനെ ഭീഷണിപ്പെടുത്തി വെച്ച് എന്റെ എല്ലാ കാര്യങ്ങളും നീ സപ്പോർട്ട് ചെയ്തു തരണം, എനിക്കെതിരായിട്ട് നീ ഒന്നും പറയരുത് എന്ന് പറഞ്ഞു വെച്ചത് കൊണ്ട് ആ ചെറുക്കൻ നിന്റെ വിഷയത്തിൽ ഇടപെടുന്നില്ലെന്നാ പറഞ്ഞത്. പക്ഷെ അവൻ പറഞ്ഞത് അവന്റെ ലൈഫ് സ്റ്റോറിയാണ്. നീ അവന്റെ ലൈഫിൽ കയറി വന്ന അന്ന് തൊട്ട് ആ ചെറുക്കൻ അനുഭവിച്ച കാര്യങ്ങളാണ് അവൻ പറഞ്ഞത്. പിന്നെ നിന്റെ കുടുംബത്തിലെ നിന്റെ ചേച്ചിയുടെ ഭർത്താവ് ഒരു പണിക്കും പോകാത്തവൻ, സുധിയുടെ കൂടെ ഇരുന്ന് വെള്ളവും അടിച്ചുകൊണ്ടിരുന്നവൻ, അവൻ അന്ന് സുധിയുടെ ശരീരം എടുക്കാൻ പോകുന്ന സമയത്ത് 5 സ്റ്റാറിൽ കയറി ഹോട്ടലിൽ കയറി അടിച്ച് പെരുക്കിയില്ലേ, അവനും കുറെ പള്ളിക്കാരും കൂടെ. എന്നിട്ട് നീ അതിനും പറയുന്നുണ്ട് നീ പോയി കഴിച്ച കാര്യം. നീ കഴിച്ച കാര്യം ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. ഓക്കെ, അത് ഞാൻ പിന്നെ പറയാം. ഇത് ആദ്യം തീർക്കട്ടെ. എനിക്കൊന്നും അറിയില്ല. ടോട്ടലി ഐ എം കൺഫ്യൂസ്ഡ്. I traveled and I confused. ഇംഗ്ലീഷേ പറയൂ. ഇപ്പൊ മലയാളമൊക്കെ അങ്ങ് വിട്ടുകളഞ്ഞിരിക്കുകയാണ്. ഇനി ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് കഴിച്ചിട്ട് കലയുള്ളൂ. എന്ന് മൊത്തം ഇംഗ്ലീഷ് വെച്ചിട്ട് കളിക്കുന്നു മൊത്തം. മലയാളം ഇനി വേണ്ട. സോ കൺക്ലൂഷൻ എല്ലാം വരട്ടെ. ഓക്കെ, ബാക്കി ഇപ്പം മനസ്സിലായി. ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മാനിപ്പുലേറ്റിംഗ് ആണെന്ന്. അവരെ സ്വാധീനിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരുപാട് പേര് എന്നെ വിളിച്ച് തിരക്കി. ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഇത് എൻ്റെ നെഗറ്റീവ് അടിക്കുന്നവർക്ക് ഒരു സന്തോഷമായിരിക്കും ഞാൻ ഈ കരയുന്നത്. എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്. എൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ സൂയിച്ചേട്ടൻ ആൻഡ് ആഫ്റ്റർ സൂയിച്ചേട്ടൻ, അല്ലെങ്കിൽ ആഫ്റ്റർ സൂയിച്ചേട്ടൻ ഡെത്തിന് ശേഷമുള്ള ഒരു ജീവിതവും എൻ്റെ ജീവിതവും അതിന് മുന്നുള്ള ജീവിതവും എനിക്കും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും തീരത്തില്ല. എന്നെക്കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുത്. അയ്യോ, ആഫ്റ്റർ സുവിശേഷൻ ബിഫോർ സുവിശേഷൻ, ഈ സ്റ്റോറി ഒന്ന് പറ. എന്താ സ്റ്റോറി എന്ന് പൊങ്ങന്താനത്തുള്ളവർക്കൊക്കെ കൃത്യമായിട്ട് അറിയാം. നീ ഒന്ന് പറഞ്ഞേ നിന്റെ സ്റ്റോറി കേക്കട്ടെ. അതെന്ത് സ്റ്റോറിയാണ്? നീ ഒന്ന് പറ. നീ കിച്ചുവിനെ ഭീഷണിപ്പെടുത്തിയതാ ഇപ്പൊ. കിച്ചുവിന്റെ എന്തോ പറയുമെന്ന്. എന്ത് പറയാനാ? കിച്ചു അവന്റെ കാര്യം പറഞ്ഞു. അവൻ ഇങ്ങനെ ഡ്രഗ്സിന് അടിമയായിരുന്നു എന്ന് അവൻ പറഞ്ഞു. പിന്നെ നീ പറയാൻ പോകുന്നത് എന്നെ പിറ്റേ കയറ്റിയ കാര്യമല്ലേ? അത് മാത്രമേ നീ പറയത്തുള്ളൂ. അത് കേറ്റാൻ കാരണം എന്താണ്? ഒരമ്മയായിട്ട് ഒരാൾ നിന്നാൽ റെസ്പെക്റ്റും കാര്യങ്ങളും ഒക്കെ കിട്ടും. അതില്ലാതെ ആ ചെറുക്കനെ നീ അത് ചെയ്തുകൊണ്ടാണ് ആ ചെറുക്കൻ നിന്നെ പിറ്റേ കയറ്റിയത്. അതാ നീ ഇനി പറയാൻ പോകുന്നു. നിന്റെ ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് കിച്ചുവിനെ നീ പേടിപ്പിക്കുന്നത് അല്ലേ? നീ പറ നിന്റെ സ്റ്റോറിയുടെ. നീ പറ, ഞങ്ങൾ കേൾക്കട്ടെ നിന്റെ സ്റ്റോറി. നിന്റെ സ്റ്റോറി ഞങ്ങളൊന്ന് കേൾക്കട്ടെ. അതാണ് നീ ചെയ്യേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഇവള് വേറൊരു വീഡിയോ ഇട്ടിട്ട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. എൻ്റെ മനുഷ്യരെ, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? സുധിച്ചേട്ടൻ മരിച്ചു കിടന്നപ്പോൾ ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിച്ചതാണ്. നിങ്ങൾക്ക് നാണമാകുന്നില്ല? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? സുധിച്ചേട്ടൻ മരിച്ചു കിടന്ന അതിൻ്റെ ആ അടക്കുന്നതിൻ്റെ അന്ന് വൈകിട്ട് പോലും ഞാൻ കിച്ചു എന്തോ എനിക്ക് ഫുഡ് തന്ന. നീ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിച്ചു എന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? കിച്ചു പറഞ്ഞോ? നീ എന്തിനാ വീഡിയോ കേട്ടിട്ടും നീ മാറ്റി പറയിക്കുന്നത്? നിന്റെ തന്ത്രം കൊള്ളാം. കിച്ചു പറഞ്ഞത് നിന്റെ ആ ഒരുത്തനുണ്ടല്ലോ, നിന്റെ ചേച്ചിയുടെ ഭർത്താവ്, അവനും പള്ളിക്കാരോടെ പോയി കഴിച്ച കാര്യമാണ് കിച്ചു പറഞ്ഞത്. അല്ല, നീ കഴിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. ഒരുത്തര് പോലും പറഞ്ഞിട്ടില്ല. ആരാ പിന്നെ പറഞ്ഞത്? അങ്ങനെ നീ തന്നെ പറഞ്ഞിങ്ങനെ ആക്കുകയല്ലേ. പിന്നെ നിന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേര് വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്, അവരും അങ്ങനെ പറഞ്ഞുണ്ടാക്കുകയാണ്. ഇവിടെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ഇച്ചിരി വെള്ളം ഇറക്കുന്നത് കഴിക്കുന്നത് ഒരു പൊറോട്ട എന്താ മേടിച്ചു തന്നപ്പോൾ മനസ്സിലായോ? അന്നത്തെ ദിവസം ആ അറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ പച്ചവെള്ളം ഞാൻ കുടിച്ചിട്ടില്ല, കാപ്പി പോലും കുടിച്ചിട്ടില്ല. ഞാൻ അതിന് സൂചിച്ചേട്ടൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവരാൻ പോയിട്ടില്ലല്ലോ. ഫ്ലവേഴ്സിലും 24-ലും ഒന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ കാണുന്ന ചേട്ടൻ മരിച്ചിട്ട് പിറ്റേ ദിവസം ബോഡി അവർ കൊണ്ടുവന്ന് 8:30 ആയപ്പോൾ നമ്മുടെ പൊങ്ങന്താനം വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ അറിയാത്ത കാര്യം സംസാരിക്കരുതേ. നീ അവിടെ പോയെന്നോ നീ 5 സ്റ്റാറിൽ പോയി കഴിച്ചോന്നോ ഇവിടെ ആരും പറഞ്ഞില്ല. നിന്റെ ചേട്ടത്തിയുടെ ഭർത്താവ്, നിന്റെ അപ്പൻ തങ്കച്ചൻ, ഇവരെല്ലാം കൂടാണ് പോയതും. ഇവരൊക്കെയാണ് പൈസ എന്താ പറയുന്നത്, പൈസയുടെ കാര്യം ഡീലുകൾ സംസാരിച്ചതും ഈ കിച്ചുവിന്റെ കൈ കൊണ്ടുവന്ന് ബില്ല് കൊണ്ട് കൊടുത്തതൊക്കെ നിന്റെ അപ്പൻ തങ്കച്ചനാ. നിന്റെ അപ്പൻ തങ്കച്ചന്റെ കാശില്ലേ? ഇല്ലായിരുന്നോ?
മോടെ ഭർത്താവിന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനുള്ള പൈസ ഇല്ലായിരുന്നോ? പക്ഷെ അവിടെ മറ്റേ സന്തോഷിന്റെ പള്ളി കൊണ്ടടക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഇതുണ്ടായിരുന്നല്ലോ, ഇല്ലേ? അപ്പൊ പിന്നെ അങ്ങനെ പണയണ്ട ഒന്നും. പിന്നെ ഇവിടെ ഫുഡ് പിന്നെ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിച്ച കാര്യം പറഞ്ഞത് നിന്നെ കുറിച്ചല്ല, നിന്റെ ചേച്ചിയുടെ ഭർത്താവ്, ആ വെള്ളം അടിച്ച് നടക്കുന്നവൻ, അവനെ കുറിച്ചാണ് പറഞ്ഞത് കേട്ടോ. ഇനി അത് കൂടുതലായിട്ട് ഇനിയും കൂടുതൽ സംസാരിക്കേണ്ട. അത് കിച്ചു പറഞ്ഞതല്ല, വേറെ നീ പോയെന്ന് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞു. കരച്ചിലും പിന്നെ എന്താ പറയുക, എല്ലാവരെയും പൂക്കണ്ണീരൊക്കെ കാണിച്ച് എനിക്കും വലിയ വിഷമമാണ്, ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ ആള് പിന്നീട് നമ്മൾ കാണുന്നത് ഡീ കോലത്തിലാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ടോ, പിന്നെ നമ്മൾ കാണുന്നത് കണ്ടിട്ടാണ് ഈ ആട്ടമാണ്. ഈ ആട്ടം അതായത് ജില്ല 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 ഈ ഒരു ഡാൻസ് ആണ്, കുണുക്കി ഡാൻസ്, കുലുക്കിത്തക്കട്ട ഈ ഡാൻസ് ആണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇവിടെ കണ്ണീരും ഇവിടെ അഭിനയം ഒക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. കണ്ണീര് എത്ര കരഞ്ഞിട്ടും കണ്ണീര് വരുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ക്യാമറയിലോട്ട് നോക്കി വരെയാണ് കണ്ണീര് വരുന്നുണ്ടോ നോക്കി കരയുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഉടനെ തുള്ളി ഡാൻസ് കൊണ്ടിറങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല, എക്സ്ക്ലൂസീവ് കണ്ടന്റ് മറ്റെൻ്റെ അത് ഇട്ടിട്ടുമുണ്ട്. അതിൽ നിന്നും വരുമാനം, പിന്നെ ഇതിൽ നിന്നും വരുമാനം. ഇതാണ് അവിടെ ലക്ഷ്യം. ഇവിടെ കിച്ചു വന്ന് കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. കിച്ചു ഇനിയും വാതുറക്കണം, അവന്റെ ബാക്കി 80% പറയണം. പിന്നെ കിച്ചു സംസാരിച്ചതിന്റെ ആ ഒരു രീതി, അവൻ സംസാരിക്കാൻ അത്ര അറിയത്തില്ലെന്നുള്ളത് അവൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് അവനൊന്ന് പിന്നെ ഒന്ന് മീഡിയയുടെ മുമ്പിലും ക്യാമറയുടെ മുമ്പിലും ഒക്കെ ഒന്ന് സംസാരിക്കാനായിട്ട് ചെറുക്കൻ ആയത്. അതിന് കാരണക്കാർ ഇപ്പോഴത്തെ കൂട്ടുകാരാണ്. അതിന് മുമ്പ് അവന് ഒരു എന്താ പറയുക, ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നെന്ന് അവൻ ഓൾറെഡി പറയുന്നുണ്ട്. പക്ഷെ അവൻ സംസാരിക്കുന്നതിനിടയ്ക്ക് കുറച്ചൊക്കെ ഒരു ലാഗുകൾ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. എന്നാൽ പോലും അവൻ പറയേണ്ട കാര്യങ്ങൾ അവൻ പറഞ്ഞതോടുകൂടി നമ്മുടെ ചേച്ചിയുടെ അകമടല കൂട്ട് ഇനിയിപ്പോ കാശ് കൊടുക്കുമോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. ഇനി എന്തൊക്കെ ആവും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്. പിന്നെ അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ, അതിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇപ്പൊ വേറൊരു സംഭവം നടന്നിട്ടുണ്ട്, അതുകൂടെ പറഞ്ഞുതരാം കേട്ടോ. എല്ലാവരും കാത്തിരിക്കുക. ബൈ.